രണ്ട് ചെറിയ കഥകൾ പറയാം. ഇംഗ്ലണ്ടിലെ വടക്ക് ഭാഗത്ത് മാഞ്ചസ്റ്ററിൽ ഒരു ക്ലബ്ബുണ്ടായിരുന്നു. വെറുമൊരു ക്ലബ്ബല്ല, സൂര്യവെളിച്ചം തട്ടുന്നിടങ്ങളിലെല്ലാം ആരാധകരുള്ള ഒരു ചുവന്ന ക്ലബ്ബ്. ഒരു വിമാനാപകടത്തിൽ ടീമിലെ 8 പേർ മരിച്ചുപോയിട്ടും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തു വന്നവർ. കാലാന്തരത്തിൽ മറ്റൊരു വറുതികാലത്ത് സ്കോട്ട്ലൻഡിൽ നിന്നും ഒരാൾ അവിടെ എത്തിച്ചേർന്നു. പേര് സർ അലക്സ് ഫെർഗ്യൂസൺ. പിന്നീട് അവർക്ക് വസന്തകാലമായിരുന്നു. കിരീടങ്ങളും ആഘോഷങ്ങളും വീരകഥകളും ഒരുപാടുണ്ടായി. അങ്ങനെ നീണ്ട പതിറ്റാണ്ടുകൾക്കൊടുക്കം അയാൾ ക്ലബിൻ്റെ പടിയിറങ്ങി. അതിനുശേഷം അയാളെപ്പോലെയാകാൻ പലരും ആ ക്ലബിൻ്റെ പടി കയറിയെത്തി. പക്ഷേ ആരും അയാളായില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ബ്രാൻഡാണെങ്കിൽ ഒരിക്കലും പോയ കാലത്തെ യുണൈറ്റഡുമായില്ല. ഇനി മറ്റൊരു ചെറിയ കഥ പറയാം. അങ്ങ് പോർച്ചുഗലിൽ ലിസ്ബണിൽ ഒരു യുവാവുണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ പന്തു തട്ടാൻ ബാല്യമുള്ള കാലത്തെ മാനേജറായ ഒരാൾ. ക്ലബ്ബ് പ്രാഗയിൽ മാനേജറായി വരവറിച്ച യുവാവിനെ വൈകാതെ സ്പോർട്ടിംഗ് ലിസ്ബൺ ചൂണ്ടുന്നു. ആ വരവ് സ്പോർട്ടിങ്ങിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റി. 19 വർഷങ്ങൾക്ക് ശേഷം പോർച്ചുഗീസ് ലീഗിൽ സ്പോർട്ടിങ്ങിൻ്റെ ഹരിത പതാക മാറി. പോർച്ചുഗീസ് ലീഗിലെ മികച്ച മാനേജറായി 2 വട്ടം അയാളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ചാമ്പ്യൻസ് ലീഗിൽ യൂറോപ്പിലെ പല വമ്പന്മാരെയും സ്പോർട്ടിംഗ് ഞെട്ടിച്ചുവിട്ടതോടെ അയാളുടെ പേര് ലോകമെങ്ങും ചർച്ചയായി. പേര് റൂബൻ അമോറിം. അങ്ങനെയൊരു കാലത്താണ് അയാൾക്ക് മാഞ്ചസ്റ്ററിൽ നിന്നും വെളിയെത്തുന്നത്. സ്പോർട്ടിങ്ങിനോട് വിട പറയുമ്പോൾ കാണികളും കളിക്കാരും കണ്ണീരോടെയാണ് അയാളെ യാത്രയച്ചത്. ഒടുവിൽ ഈ 2 കഥകളും ഒരിടത്ത് വെച്ച് സന്ധിക്കുകയാണ്. അലക്സ് ഫെർഗ്യൂസൺ പോയതോടെ ചതുപ്പ് നിലമായ ഓൾഡ് ട്രാഫോർഡിൽ ഇയാൾ പുതിയ അടിത്തറയിടുമെന്നും ചുവന്ന വസന്തങ്ങൾ വീണ്ടും പരക്കുമെന്നായിരുന്നു പ്രതീക്ഷകളെല്ലാം. പക്ഷേ വെറും 14 മാസം മാത്രം നീണ്ട അമോറിമിൻ്റെ യുണൈറ്റഡ് കാലത്തിന് അപ്രതീക്ഷിതമായൊരു കർട്ടൻ വീണിരിക്കുന്നു. യുണൈറ്റഡ് എന്ന ചതുപ്പിൽ താണുപോയ മറ്റൊരു പരിശീലകൻ മാത്രമായി ഓർത്തുവെക്കാനാണ് അയാളുടെയും നിയോഗം. നടന്നു വരുന്ന പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് അത്ര മോശക്കാരൊന്നുമല്ല. 20 മത്സരങ്ങളിൽ നിന്നും 31 പോയിന്റുമായി 6ാം സ്ഥാനത്താണുള്ളത്. ഏത് സമയവും ടോപ്പ് 4ലേക്ക് വരാമെന്ന തോന്നൽ ആരാധകർക്കുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം ട്രാൻസ്ഫർ പ്ലാനുകൾ വർക്കായ വർഷമാണിതെന്നും ആരാധകർ കരുതുന്നു. എന്നിട്ടും എന്താണ് അമോറിമിനെ പാതിയിൽ പടിയിറങ്ങേണ്ടി വന്നത്? ലീഡ്സിനെതിരായ മത്സരം സമനിലയിൽ പിരിഞ്ഞതിന് പിന്നാലെ അമോറിം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ യുണൈറ്റഡിൽ എത്തിയിരിക്കുന്നത് ഒരു മാനേജർ ആകാനാണ്, അല്ലാതെ കോച്ചാകാനല്ല. അഥവാ വെറുമൊരു പരിശീലകൻ എന്നതിനപ്പുറത്ത് ടീമിൻ്റെ തീരുമാനങ്ങളും ട്രാൻസ്ഫർ പോളിസികളുമെല്ലാം നിയന്ത്രിക്കാനാകുന്ന ഒരു പൊസിഷനായിരുന്നു അമോറിമിൻ്റെ ആവശ്യം. കൂടെ ജനുവരി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ക്ലബിനുള്ളിൽ പോര് തുടരുകയാണ്. അമോറിം ആവശ്യപ്പെട്ട പലരെയും എത്തിക്കുന്നതിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ ജേസൺ വിൽകോക്സുമായും അമോറിമിന് അസ്വാരസ്യങ്ങളുണ്ട്. എന്നാൽ ഒരു പ്രശ്നങ്ങളും ഒരു സുപ്രഭാതത്തിൽ ആരംഭിക്കുകയില്ലല്ലോ. ഓൾറെഡി പുകഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മേൽ അമോറിം നടത്തിയ പ്രസ്താവനയാണ് മാനേജ്മെൻറ്റിനെ ചൊടിപ്പിച്ചത്. അമോറിമിൻ്റെ 3-4-3 എന്ന ഫോർമേഷനോട് ക്ലബിനകത്ത് ഓൾറെഡി മുറുമുറുപ്പുണ്ട്. 4 ഡിഫൻഡർമാരില്ലാത്ത ശൈലി മാറ്റണമെന്ന ആവശ്യമുയർന്നെങ്കിലും തൻ്റെ ഫിലോസഫിയിൽ മാറ്റമുണ്ടാകില്ലെന്ന് അമോറിം തീർത്തു പറഞ്ഞു. ക്ലബ്ബ് സിഇഒയായ ഒമർ ബറോഡയും സ്പോർട്ടിംഗ് ഡയറക്ടർ വിൽകോക്സും ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് നേർവിപരീതമായാണ് അമോറിമിൻ്റെ ചിന്തകളെന്ന് ക്ലബ്ബ് വിശ്വസിക്കുന്നു. അക്കാഡമി ടാലൻറ്റുകളെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ക്ലബ്ബ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനോടും അമോറിം മുഖം തിരിഞ്ഞു നിന്നു. തൻ്റെ ഫിലോസഫിക്ക് അനുയോജ്യരായവരെ എത്തിക്കണമെന്ന് അമോറിം കടുംപിടിത്തം പിടിക്കുമ്പോൾ ക്ലബിന് അതിനോട് താല്പര്യമില്ല. കൂടാതെ ക്ലബ്ബ് മുൻകാലത്ത് ചെയ്തു കൂട്ടിയതിനെതിരെയും കറന്റ് സ്ക്വാഡിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അമോറിം ചോദ്യങ്ങൾ നേരിട്ടുണ്ട്. അഥവാ ആകത്തുകയിൽ അമോറിം തങ്ങളുടെ മെത്തയിൽ കിടക്കാത്തവനാണെന്ന് മാനേജ്മെൻറ്റ് കരുതുന്നു. എന്നാൽ തൻ്റെ വാദങ്ങൾക്ക് കരുത്തു പകരാൻ പോകുന്ന പേരുണ്ടാക്കിയെടുക്കുന്നതിൽ അമോറിമും പരാജയപ്പെട്ടിട്ടുണ്ട്. 14 മാസങ്ങൾ മാത്രം നീണ്ട യുണൈറ്റഡിൻ്റെ അമോറിം കാലം എങ്ങനെ ഓർമ്മിക്കപ്പെടും? 2024 എറിക് ടെൻ ഹാഗ് സാക്ക് ചെയ്യപ്പെട്ടതോടെയാണ് സ്പോർട്ടിംഗ് ലിസ്ബണിൽ തിളങ്ങി നിന്ന അമോറിം ഓൾഡ് ട്രാഫോർഡിൻ്റെ പടി ചവിട്ടുന്നത്. പോർച്ചുഗീസ് പരിശീലകൻ്റെ ആദ്യ സീസണിൽ ക്ലബ്ബ് ഫിനിഷ് ചെയ്തത് 15ാം സ്ഥാനത്ത്. പക്ഷേ അതിൻ്റെ പാപഭാരം മൊത്തം അമോറിമിനെ ഏൽപ്പിക്കാനാകില്ല. കാരണം അതിലെ പാതി സംഭാവനയും മുൻ കോച്ച് എറിക് ടെൻ ഹാഗിൻ്റേതാണ്. അമോറിമിൻ്റെ കാലത്ത് യുണൈറ്റഡിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ അപമാനം കരബവോ കപ്പിൽ 4ാം ഡിവിഷൻ ക്ലബ്ബായ ഗ്രിസ്പി ടൗണിനോട് പരാജയപ്പെട്ടതാണ്. യൂറോപ്പ ലീഗ് ഫൈനലിൽ ടോട്ടനത്തിനോട് തോറ്റതോടെ യുണൈറ്റഡിന് യൂറോപ്യൻ കോമ്പറ്റീഷൻ ഇല്ലാത്ത സ്ഥിതിയും കണ്ടു. അമോറിം ഇറയിൽ യുണൈറ്റഡ് ഒരു മത്സരത്തിൽ 1.53 ഗോൾ വീതം കൺസീഡ് ചെയ്തിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും മോശം റെക്കോർഡാണിത്. എന്നാൽ നിരന്തര അപമാനങ്ങൾക്കിടയിലും തലയുയർത്തി നിൽക്കാവുന്ന ഏതാനും മൊമെന്റുകൾ അമോറിം ആരാധകർക്ക് നൽകിയിട്ടുണ്ട്. ആരാധകരുടെ മനസ്സിൽ ചുവപ്പ് പടർന്ന നിമിഷങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം 2024 ഡിസംബറിൽ എത്തിഹാദിൽ വെച്ച് മാഞ്ചസ്റ്റർ ഡെർബി ജയിച്ചതാണ്. അമാദ് ഡയലോ മിന്നിയ മത്സരം യുണൈറ്റഡ് ആരാധകർക്ക് നൽകിയത് ഉന്മാദത്തോളം എത്തിയ നിമിഷങ്ങൾ. ഈ സീസണിലും ചില ബിഗ് മൊമെന്റുകൾ ആരാധകർക്ക് കിട്ടിയിട്ടുണ്ട്. പരമ്പരാഗത വൈരികളായ ലിവർപൂളിനെ ആൻഫീൽഡിൽ കയറി 2-1 തോൽപ്പിച്ചതാണ് ഇതിൽ പ്രധാനം. ഈ സീസണിൽ തന്നെ ചെൽസി, ന്യൂകാസിൽ അടക്കമുള്ള വമ്പന്മാരെയും തോൽപ്പിക്കാനായി. പോയ സീസണിൽ പ്രീമിയർ ലീഗിൽ മങ്ങുമ്പോഴും യൂറോപ്പ ലീഗിൽ പല പ്രമുഖരെയും തോൽപ്പിച്ച് ഫൈനലിൽ എത്താനായതും നേട്ടമാണ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ബ്രാൻഡിൻ്റെ ലെഗസി നോക്കുമ്പോൾ ഇതെല്ലാം വലിയ നേട്ടങ്ങളാണോ എന്ന ചോദ്യവും ബാക്കിയുണ്ട്.
ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ട്രാൻസ്ഫർ പോളിസി ശരിയായി. ബോംബ് സ്ക്വാഡ് എന്ന് വിളിപ്പേരുണ്ടായിരുന്ന ഒരു പറ്റം താരങ്ങളെ ടീമിന് പുറത്തേക്ക് പറഞ്ഞയച്ചു എന്നിങ്ങനെ ഒരുപാട് പോസിറ്റീവുകളും അമോറിം നൽകിയിട്ടുണ്ട്. എംബുമോയും അബാദും മസ്രാവിയും അഫ്കോണിനായി പോയതാണ്. ബ്രൂണോ ഫെർണാണ്ടസ് പരിക്കിലുമാണ്. അതുകൊണ്ട് തന്നെ അടുത്തിടെയുണ്ടായ ചില സമനിലകൾ പൊറുക്കാൻ ആരാധകർ തയ്യാറുമാണ്. പക്ഷേ റിസൾട്ടിനേക്കാൾ ഉപരി മാനേജ്മെൻറ്റിന് അമോറിമിൻ്റെ ക്യാരക്ടറായാണ് പ്രശ്നമായത്. സാധാരണ മാനേജർമാർ പോകുമ്പോൾ പൊട്ടിച്ചിരിക്കാറുള്ള ആരാധകർ പതിവിന് വിപരീതമായി ക്ലബിനെ ഇക്കുറി ചോദ്യം ചെയ്യുന്നുണ്ട്. നേർത്ത പ്രതീക്ഷകൾ മുളച്ചു തുടങ്ങിയ കാലത്താണ് അമോറിമിനെ ക്ലബ്ബ് പറിച്ചു മാറ്റിയത് എന്നാണ് അതിന് കാരണം. ജനുവരിയിൽ യുണൈറ്റഡിനുള്ളത് വമ്പൻ മത്സരങ്ങളാണ്. FA കപ്പ് തേർഡ് റൗണ്ടിൽ ബ്രൈറ്റനോട്, ജനുവരി 17 ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ ഡെർബി, ജനുവരി 25 എമിറേറ്റ്സിൽ ആഴ്സണൽ. വലിയ പരീക്ഷണങ്ങൾ മുന്നിൽ നിൽക്കെ ഡാരൻ ഫ്ലെച്ചർക്കാണ് ഇടക്കാല ചുമതല. അമോറിം, റാഗ്നിക്, എറിക് ടെൻ ഹാഗ് എന്നിവർ പരാജയപ്പെട്ടതോടെ പ്രീമിയർ ലീഗിൽ പ്രൂവണായ ഒരാളെ പരീക്ഷണമെന്ന അഭിപ്രായമുണ്ട്. വില്ലയുടെ ഉനൈ എംറി, ബേൺമൗത്തിന്റെ ഇറയോള, ക്രിസ്റ്റൽ പാലസിന്റെ ഒളിവർ ഗ്ലാസ്നർ, ന്യൂകാസലിന്റെ ഹെഡിയോ എന്നിങ്ങനെ പലരും ലിസ്റ്റിലുണ്ട്. യുണൈറ്റഡ് കളക്ഷൻസ് ഉള്ള മൈക്കൽ കാരിക്, കീരൻ മക്കന്നെ, മുൻ കോച്ച് ഒലെ സോൾഷർ എന്നിവരുടെ പേരും BBC ചൂണ്ടിക്കാണിക്കുന്നു. പണിയില്ലാതിരിക്കുന്ന സാവി മുതൽ PSG എൻട്രിക്കയും സിദാനും വരെ നീളുന്ന പേരുകളും അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ ഡേവിഡ് മോയസും ലൂയിസ് വാൻഗാലും ഹോസെ മൊറീഞ്ഞോയും സോൾഷറുമെല്ലാം തോറ്റുമടങ്ങിയെടുത്ത് പുതുതായി വരുന്നയാൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന ചോദ്യവും ബാക്കിയുണ്ട്. യുണൈറ്റഡിൻ്റെ ചെകുത്താന്മാരെ, നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ.